ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജഗജ്ജനനി മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഉദാരമായ കൃപാവർഷത്തെക്കുറിച്ച് അറിയാം. മഹാഗുരു എന്ന നിലയിൽ അമ്മയുടെ ഉദാരമായ കൃപാവർഷം മന്ത്രദാനത്തിൽ മാത്രമല്ല, ഭക്തന്മാരിലേക്കുള്ള ആധ്യാത്മിക ശക്തി സംക്രമത്തിൻ്റെ കാര്യത്തിലും അമ്മയുടെ അപൂർവമായ കാരുണ്യവർഷം കാണാവുന്നതാണ്. ആധ്യാത്മിക ശക്തി സംക്രമണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഭാവദർശന സമയത്ത് അമ്മ തൻ്റെ ഭക്തന്മാരെ ഒരു പ്രത്യേക രീതിയിൽ അനുഗ്രഹിക്കുന്നതിനെപ്പറ്റി മനസ്സിലാക്കാം. ഭാവദർശനത്തിന് അമ്മയെ ദർശിച്ചു നമസ്കരിച്ചെഴുന്നേറ്റാലുടൻ അമ്മ തൻ്റെ ഇടതു ചൂണ്ടുവിരൽ ചന്ദനക്കൂട്ടിൽ മുക്കി ആ വ്യക്തിയുടെ ഭ്രൂമധ്യത്തിൽ അമർത്തിപ്പിടിക്കുക പതിവാണ്. വ്യക്തിഭേദമനുസരിച്ച് അങ്ങനെ അമർത്തിപ്പിടിക്കുന്നതിൻ്റെ സമയം കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് അമ്മ ഒരിക്കൽ വ്യക്തമാക്കി. ഇങ്ങനെ പല തവണ ആകുമ്പോൾ അവർക്ക് ഏകാഗ്രത വർദ്ധിക്കുകയും ആധ്യാത്മികമായ ഉണർവ് ഉണ്ടാവുകയും ചെയ്യും. ഒരു അവതാരത്തെ സന്ദർശിക്കുകയും സ്പർശിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാപശക്തി ക്ഷയിക്കുകയും നമ്മിലേക്ക് ആധ്യാത്മിക ശക്തി കടക്കുകയും ചെയ്യും. മഹത്തുക്കളുടെ സാമീപ്യ ശക്തി അപ്രതിരോധ്യമാണ്. അമ്മയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ശാന്തിയും സമാധാനവും കിട്ടുകയും ആത്മീയ ഉത്തേജനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് അനുഭവസ്ഥർ പറയുന്നു. മഹത്തുക്കൾക്ക് സഹജമായുള്ള ശക്തി സംക്രമണത്തിന് പുറമേയാണ് അമ്മ സങ്കല്പത്തോടുകൂടി ഭക്തന്മാരുടെ ഭ്രൂമധ്യത്തിൽ വിരൽ അമർത്തുന്നത് എന്ന് വരുമ്പോൾ അതിൻ്റെ ആധ്യാത്മിക പ്രാധാന്യം തെളിവാകും. ഇക്കാര്യം കൂടുതൽ സ്പഷ്ടമാകത്തക്ക വിധം സ്വന്തം അനുഭവങ്ങൾ പല ബ്രഹ്മചാരികളും അമ്മയുടെ ഗൃഹസ്ഥ ഭക്തരും പറയുകയുണ്ടായി. അമ്മ ഭ്രൂമധ്യത്തിൽ വിരലമർത്തുമ്പോൾ മന്ദമായ വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ അമ്മയുടെ വിരത്തുമ്പിൽ നിന്ന് ഒരു ശക്തിപ്രവാഹം ഭ്രൂമധ്യത്തിലൂടെ ഭക്തനിലേക്കുണ്ടാകുന്നു. ചിലപ്പോൾ ആ ശക്തിപ്രവാഹം ചിലർക്ക് കൂടുതലായി അനുഭവപ്പെടും. അതിനുശേഷം ലഹരി പിടിച്ചതുപോലെ ആയിരിക്കും. എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ പ്രയാസമാകും. മനസ്സ് ഈശ്വരനിൽ ഏകാഗ്രമാകും. ഉറച്ചിരുന്ന് ധ്യാനിക്കാൻ സാധിക്കുന്നു. ബാഹ്യ വ്യാപാരങ്ങളിലേക്ക് മനസ്സ് പോകാൻ മടിക്കുന്നു. ഈ അവസ്ഥ കുറേ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്നു. അമ്മ ഇങ്ങനെ ശക്തി സംക്രമണം നടത്തിയപ്പോൾ കുറച്ചു നേരത്തേക്ക് ശരീരബോധം നഷ്ടപ്പെട്ടു എന്ന് കന്യാകുമാരി വിവേകാനന്ദപുരത്തിലെ ചൈതന്യ ദേശായി പറയുകയുണ്ടായി. അമ്മയെ നമസ്കരിക്കവേ കൈ പാദത്തിൽ സ്പർശിച്ച മാത്രയിൽ അമ്മയുടെ പാദത്തിൽ നിന്ന് തൻ്റെ കൈയിലൂടെ ശരീരത്തിലേക്ക് വൈദ്യുതി പ്രവാഹം പോലെ ശക്തി സംക്രമിച്ചതായി അനുഭവമുണ്ടായി എന്ന് കൊല്ലത്തെ വേറൊരു ഭക്തൻ പറയുകയുണ്ടായി. അമ്മയിൽ നിന്ന് ഭക്തനിലേക്ക് ശക്തി സംക്രമിക്കുന്നതിൻ്റെ അനുഭവം എല്ലാവർക്കും ഒരുപോലെയല്ല എന്നോർക്കണം. പാത്രഭേദമനുസരിച്ച് അനുഭവത്തിന് ഏറ്റക്കുറച്ചിൽ കാണും. ചിലർക്കത് ശക്തിമത്തായി അനുഭവപ്പെടും, ചിലർക്ക് മന്ദമായിട്ടായിരിക്കും. ചിലരിൽ ശക്തി സംക്രമണം നടക്കുന്നു എന്ന് പ്രകടമായി അറിയാൻ വയ്യാത്ത വിധം ആ ചെറിയ തോതിലായിരിക്കും. അതിനാൽ ശക്തി സംക്രമണം എനിക്ക് അനുഭവപ്പെട്ടില്ലല്ലോ എന്ന പരാതിക്ക് അവകാശമില്ല. അമ്മ ഭാവത്തിന് വരുന്ന എല്ലാവരുടെയും നെറ്റിക്ക് വിരൽ തൊടുവിക്കാറുണ്ട് എന്നതിൽ നിന്ന് അമ്മ അല്പമെങ്കിലും ശക്തി പകരാതെ ഒരാൾ പോലും ഉണ്ടാകാനിടയില്ല എന്ന് കരുതണം. കോഴിക്കോട്ട് ഒരു ഭക്തനിലേക്ക് അമ്മ ഭാവസമയത്ത് ശക്തി പകർന്നപ്പോൾ അദ്ദേഹം ദേഹബോധം ഇല്ലാതെ കുറേ നേരം ആനന്ദമഗ്നനായി കിടക്കുകയുണ്ടായി. ഇങ്ങനെ എത്ര പേരുടെയെങ്കിലും ഉദാഹരണം വിവരിക്കാവുന്നതാണ്. ഭാരതത്തിൻ്റെ എന്നല്ല, ലോകത്തിൻ്റെ മുഴുവൻ ആധ്യാത്മിക ചരിത്രത്തിൽ അമ്മയുടെ ഇത്തരം കൃപാവർഷത്തിൻ്റെ ഈ രീതി ആദ്യത്തേതാണ്. മറ്റേതെങ്കിലും ഒരു അവതാരമോ ഗുരുവോ ആചാര്യനോ ആധ്യാത്മിക വ്യക്തിയോ ഇങ്ങനെ തന്നെ സമീപിച്ചവരിലെല്ലാം നിർലോഭം കൃപ ചൊരിഞ്ഞതിന് ഉദാഹരണമില്ല. സദ്ഗുരു എന്നതിനുപരി അമ്മ മഹാഗുരുവാണ്, ജഗദ്ഗുരുവാണ്.
മന്ത്രദാനം, എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കൽ, ആധ്യാത്മിക ശക്തി സംക്രമണം എന്നീ 3 കാര്യത്തിലും മാതാ അമൃതാനന്ദമയി ദേവി എല്ലാ പൂർവ്വ ഗുരുക്കന്മാരെയും അതിശയിച്ചു നിൽക്കുന്നു. അത്രയും കൊണ്ടായില്ല. ഒരിക്കൽ അമ്മ പറഞ്ഞു, ഒരാളെ ഉദ്ധരിക്കാൻ ഗുരു മന്ത്രം നൽകണമെന്നില്ല. നോട്ടം കൊണ്ടും സങ്കല്പം കൊണ്ടും ആധ്യാത്മികത ഉയർത്താവുന്നതാണ്. ഹരി ഓം നമഃ ശിവായ.